ശ്രീരാമ രാമേധി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ പരാനനേ. ഓ എന്താ മക്കളെ? സ്വാമി, ഇവരുടെ കല്യാണം പെട്ടെന്നൊന്ന് നടത്തി തരണം. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. രണ്ടുപേരും പരസ്പരം മാല ചാർത്തിക്കൊള്ളുക. ഓം ശതമാനം ഭവതി സദായത് പുരുഷ സതേന്ദ്രിയേ ആയുക്ഷേപേന്ദ്രിയേ പ്രതിഷ്ഠതി. മോനെ, ഈ മാല ഇത്രയും കാലം ഇരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. സാക്ഷാൽ ആ പാർവതി പരമേശ്വരന്മാർ സീതാരാമനെ മാല അണിയിച്ചെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അത്രയും ശക്തിയുള്ളതും പവിത്രമായ മാലയാണ് നിങ്ങളുടെ കഴുത്തിൽ വീഴാൻ പോകുന്നത്. ആ പാർവതി പരമേശ്വരന്മാർ നിങ്ങൾക്ക് നൽകിയ ആഭരണമാണിത്. രണ്ടുപേരും സ്വാമിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കും. സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ദീർഘസുമംഗലീ ഭവ, ആയുഷ്മാൻ ഭവ. അയ്യോ, എന്റെ കാലിന് എന്തിനാ? വാസു, നിങ്ങൾ ഇവിടെ നിന്ന് എത്രയും വേഗം പോകാൻ നോക്കും. സമയം കളയാതെ നിങ്ങൾ ചെല്ല്. ഞാൻ പറയുന്നത് കേൾക്ക്. പൊയ്ക്കോ. അറിവ് സൂക്ഷിക്കണം. ഞങ്ങൾ അങ്ങനെയാട്ടെ, നിങ്ങൾ പോയിട്ട് വാ. ആരാടത്? ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയാ. അത് മനസ്സിലായടാ. ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവന്നേ? എന്റെ വീട്ടിലേക്കല്ലേ ഞാൻ കൊണ്ടുവന്ന്. അതിലെന്താ ഒരു തെറ്റുള്ളത്? ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതല്ല തെറ്റ്. ഞങ്ങളുടെ മാനം കളയുന്ന പോലെ കൊണ്ടുവന്നു, അതാ തെറ്റ്. അത് നിങ്ങൾക്കൊരു തെറ്റായിട്ട് തോന്നുന്നുണ്ടാവും. എനിക്കങ്ങനെ തോന്നുന്നില്ല. നോക്കിച്ചിട്ടേ, ഇങ്ങനെ വെറുതെ ഒച്ച വയ്ക്കണ്ട. എന്റെ കടമയാ ഇവളെ കാണിക്കേണ്ടത്. അതാ കൊണ്ടുവന്നത്. എന്ത് കാണാനാ ഇതിപ്പം? ആദിവാസിയെ കൊണ്ടുവന്ന് അവളുടെ പൊട്ടും ചേല ചുറ്റും. ചേച്ചേ, അമ്മ, ഞാൻ ഇതുവരെ ഒരു ആദിവാസി പെണ്ണ. പക്ഷേ ഇനി അമ്മയുടെ മരുമകളായി ഇവിടുത്തെ എല്ലാ ആചാരങ്ങളും അനുസരിച്ച് ജീവിച്ചോളാം ഞാൻ. നടന്നു തന്നെ. എന്താ വാ തുറക്കില്ലേ നിങ്ങള്? എല്ലാരും എന്നെ തെറ്റുകാരിയാക്കണമല്ലേ? എടാ രാമാനുജം, പറയൂല്ലേട്ടാ. നിന്നോട് പ്രത്യേകിച്ച് പറയണോ? നിനക്കറിയില്ലേ, അഗ്രഹാരത്തിലെ കീഴ്വഴക്കങ്ങൾ എന്താണോ അതുപോലെ ചെയ്യ്. ശരി വല്യേട്ടാ. എടാ രാമാനുജം, ഇന്നത്തോടെ ചില ബന്ധങ്ങൾ മുറിഞ്ഞു. ചെയ്യേണ്ടത് ചെയ്യ. ശരി വല്യേട്ടാ. എടാ വാസു, നീ പോവാൻ നോക്ക്. രാമോ, അഭിമാനാണ് പ്രശ്നമൊന്നും അച്ഛൻ മകൻ ബന്ധം അവര് മുറിക്കുമെന്നും എനിക്കറിയാം. നീ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് എന്നേക്കുമായി പറഞ്ഞു വിടുമെന്നും എനിക്കറിയാം. എല്ലാം പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മന്ദബുദ്ധി. വല്യേട്ടൻ ഒരു കാര്യം തീരുമാനിച്ച അറിയാടാ, അറിയാ. അവിടെ ജീവിക്കാൻ അവർ സമ്മതിക്കില്ല, ഇവിടെ നിൽക്കാൻ നീ സമ്മതിക്കില്ല. എന്നാലേ ജീവിക്കണമെന്ന് വെച്ചാ എവിടെ വേണമെങ്കിലും ജീവിക്കാടാ. ഇന്ദുവാ പോവാ. ചേട്ടാ, ചേട്ടാ ഇവിടുന്ന് പോവല്ലേ ചേട്ടാ. ഞാൻ പോവാ മോളെ. ഞാനിവിടെ നിന്ന ഈ നാട്ടുകാർക്ക് പോലും പ്രശ്ന. ഏട്ടത്തി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവോ? എന്താ വിളിച്ചേ? ഏടത്തെന്നാ വിളിച്ചേ? അങ്ങനെ ഒന്നുകൂടെ വിളിച്ച മോളെ. ഏടത്തി. ഗായത്രി ഇവിടെ വാ. ഓയ് കാർന്നോരെ, ഈ കൊച്ചുകുട്ടിക്കുള്ള വിവരം പോലും നിങ്ങൾക്കൊന്നുമില്ലല്ലോ. ഏടത്തി, ഏടത്തിയുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാട്ടോ. നീ എപ്പോ വേണമെങ്കിലും വന്നോ. മോളകത്തേക്ക് വയ്ക്കോ, ഞങ്ങൾ പോവാ. വാ. എടാ, എന്താ കഴിഞ്ഞ? അത്രേ ഉള്ളൂടാ. അത് ശരി, യുദ്ധത്തെ പറ്റിയെല്ലാം പറഞ്ഞു, മുത്തത്തെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ.
അതൊക്കെ ആരെങ്കിലും പറയോടാ? ഏടാ മോനെ, ഈയെടാ. നമ്മുടെ കാര്യങ്ങൾ അവൻ എങ്ങനെയെങ്കിലും ചോദിച്ചാ ആ. പക്ഷെ അവന്റെ കാര്യം പറയില്ല. എന്തായാലും നീ ഇന്ന് പറഞ്ഞേ പറ്റൂ. പറയണം, 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 ശരി, 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 പറയണം. ശരി, ശരി. പറയാ. കണ്ണൊന്നും അടച്ച്, ആ, കണ്ണൊക്കെ ആ, അടക്കി. കണ്ണൂടാ. ചെവിയും പൊത്ത്. ആ, ആ ഇനി പറ. എല്ലാം കഴിഞ്ഞടാ. ഇനി എല്ലാരും കണ്ണു തുറന്നു. എല്ലാം കഴിഞ്ഞെന്ന് നിങ്ങൾ കണ്ണു എന്ത് തുറന്നോ? തീർന്നോ? എന്താണ് സംഭവിച്ചേ? ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ, ഇത് കഷ്ടം കഷ്ടം കഷ്ടം. നീ കഥ മുഴുവൻ കണ്ണും ചെയ്യും പൊത്തിരിക്കുമ്പോഴാടാ പറഞ്ഞ കഷ്ടം കഷ്ടം കഷ്ടം. എന്താണ് നിന്റെ പ്രശ്നം? ഒന്ന് തന്നാലുണ്ടല്ല വാസു. പിന്നെന്താടാ? അതിനുശേഷം എന്താ സംഭവിച്ചേ? ഡ്യൂട്ടിക്ക് പോകാൻ ടെലഗ്രാം വന്നു. ശരി. ഇന്ദുവിനെ റാണിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് വന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അവളെ കാണാൻ പോകുന്നു. ഇന്ദുവിനെ ഇപ്പൊ തന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാടാ. ദാ, അങ്ങോട്ടല്ലേ പോന്നേ? ഏയ്, നീ എന്താണ് ഇങ്ങനെ നോക്കണേ? കഥ ഇഷ്ടപ്പെട്ടില്ലേ? നിന്നോട് ഒരു കാര്യം പറയട്ടെ. ആ പറയ്. പറയാൻ വന്നത് മറന്നുപോയടേ. മറന്നു? അയ്യേ. ആ, എന്നാലും പറയണോടെ. ശരി, എന്നാ നീ പറ. ആ, അതന്നെയാടാ മറന്നുപോയത്. മിണ്ടായിരിക്കടാ നീ വെറുതെ വാങ്ങാനായിട്ട്. അമ്മേ, നട്ടുവൊക്കെ വേദനിക്കുന്നു. അമ്മ. അമ്മ, എന്തെങ്കിലും മൈൻഡ് ചെയ്തവണേ, ഇങ്ങോട്ട് വാന്നേ. എന്റെ അമ്മാവനാടാ, ആ. ഈ നാട്ടിലെ പോസ്റ്റ് മാസ്റ്റർ. നമസ്കാരം. പോസ്റ്റ് മാസ്റ്ററോ? ആഹാ, ഫോണൊക്കെ ഉണ്ടല്ലോ. ദേ നോക്ക് പോസ്റ്റ് മാസ്റ്റർ, നിങ്ങളെ കൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്റെ നാട്ടിൽ നിന്ന് എനിക്കൊരു ഫോൺ വരും. അത് രാവിലെ വരാൻ രാത്രി വരാൻ എപ്പോ വേണമെങ്കിലും വരാം. ആ ഫോൺ വന്ന ഉടനെ നിങ്ങൾ എന്ത് ജോലിയിലാണെങ്കിലും ഞാൻ എന്ത് ജോലിയിലാണെങ്കിലും ഉടനെ ഓടി വന്ന് എന്നോട് പറയണം. എന്താന്ന് വെച്ചാ അതൊരു പഴം ഫോണാ. എന്തായത് പഴ ഫോണ്? ഇതുവരെ അത് പച്ചയാ. പഴുക്കുമ്പോ എനിക്ക് ഫോൺ വരും. ഫോൺ വരുമ്പോ എന്തായാലും വന്ന് പറയണം. ആ, നടന്നേ. വാടാ, പോ. മനസ്സിലായോ? അമ്മാവ കാണട്ടെ. പറയടെ. ആ, പോയിട്ട് വരാം. പഴ ഫോണാത്രേ. താടി ഒരു മൂറ്. ഏട്ടാ, ഗായത്രി, ഒരു മിനിറ്റ് നിൽക്കേ. സുഖല്ലേ മോളെ? എനിക്ക് സുഖം തന്നെ. ഏട്ടൻ വന്നേ. അടങ്ങിയിരിക്കത്തില്ല. അയ്യോ വന്നല്ലോടാ. ആ, വന്നല്ലോ. വാടാ, പോവാം. ശരിടാ. എന്ത് പറ്റിയടാ? എന്താടാ വിഷമിച്ചിരിക്കുന്നത്? എടാ, നിന്നോട് എന്നെ ചോദിച്ചേ. എടാ, എന്താ വന്നപ്പോ മുതൽ ഡള്ളായിരിക്കുന്നേ? ഒന്നുമില്ലടാ, വാ പോവാം. ഏയ്, ഞങ്ങളെ കണ്ട നിനക്ക് എന്താ തോന്നുന്നത്? കള്ള് കുടിച്ചിട്ട് 3 ദിവസമായി. അതന്നെ. ഞങ്ങൾക്ക് ഇപ്പൊ കള്ള് വേണം. ആ. ഈ നാട്ടിലെ കള്ള് ഷപ്പ് എവിടെയാടാ ഉള്ളേ? അങ്ങോട്ട് നോക്ക്. കുറച്ചങ്ങോട്ട് പോയാ റാണിയമ്മയുടെ കള്ള് ഷാപ്പ് ഉണ്ട്. അവിടെ നിങ്ങക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടൂടാ. എടേ, പിന്നെ എന്തിനാടാ ഇവിടെ തന്നെ നിക്കണേ? ഓണം കുടിക്കണം, വാള് വെക്കണം, അത്ര. ഇല്ലടാ, നിങ്ങൾ പോയിട്ട് വാ. എന്റെ ഇന്ദു എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നീ വീട്ടിൽ പോയി ഇന്ദുന്റെ കൂടെ ഞങ്ങൾ വരാം. വാടാ, പോവാ.